പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എൻട്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ സ്കൂൾ പാഠപുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? 6ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന പാഠഭാഗം പഠിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏഷ്യ വൻകരയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പഠിച്ചുറപ്പിച്ചു. ഇന്നേ ദിവസം തുടർന്ന് നമ്മൾ പഠിക്കുന്നത്, ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വൻകര കിട്ടുന്നു നോക്കി. സാവന്നയും സഹാറയും കോങ്കോ തടാകവും കടന്നു. കോങ്കോ കോങ്കോ തീരമാണ്, നമുക്കറിയാം. ആഫ്രിക്ക വൻകരയാണ് അല്ലേ? സാവന പുൽമേടും സഹാറ മരുഭൂമിയും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്ക വൻകരയിലാണ്. യെസ്, ആഫ്രിക്ക വൻകരയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാവുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. എന്താണടാ? ഭൂമധ്യരേഖ രണ്ട് തുല്യ ഭൂപ്രദേശങ്ങളായി വേർതിരിക്കുന്ന ഒരേ ഒരു വൻകരയാണ് ആഫ്രിക്ക വൻകര എന്ന് പറയുക. ലോകത്തെ ഏറ്റവും വലിയ വൻകര ഏഷ്യയാണെങ്കിൽ, ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ വൻകര, ലോകത്തെ ഏറ്റവും വലിയ വലിയ രണ്ടാമത്തെ വൻകരയാണ് ഏഷ്യ വൻകര. ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ വൻകരയാണ് ആഫ്രിക്ക വൻകര. ലോകത്തെ ഏറ്റവും വലിയ വൻകര ഏഷ്യ, ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ വൻകരയാണ് ആഫ്രിക്ക വൻകര. ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ കാണപ്പെടുന്നത്, ഏറ്റവും വലിയ വൻകര ഏഷ്യയാണെങ്കിലും കൂടുതൽ രാജ്യങ്ങൾ കാണപ്പെടുന്ന വൻകര, ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ കാണപ്പെടുന്ന വൻകര ഏതാണ്? ആഫ്രിക്ക വൻകരയാണ്. പൊതുവായി നമുക്കൊരു അബദ്ധ ചിന്തയുണ്ട്. ആഫ്രിക്കൻ രാജ്യത്തെ ജനങ്ങളെല്ലാവരും കറുത്ത നിറത്തിലുള്ളവരാണ് എന്നുള്ളതാണോ? അല്ല. ആഫ്രിക്ക വൻകര ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഭൂമധ്യരേഖ തുല്യമായി വേർതിരിക്കപ്പെട്ട ഒരു വൻകരയാണ് ആഫ്രിക്ക വൻകര എന്ന് പറയുക. പക്ഷേ ആ ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നവര് അതിശക്തമായ ചൂട് അനുഭവപ്പെടുന്നത് കൊണ്ട് തൊലി കറുത്തുപോയി, കറുത്ത വർഗ്ഗക്കാരായി മാറി. എന്നാൽ ആഫ്രിക്കയുടെ വടക്കേ അറ്റത്തുള്ളവരും തെക്കേ അറ്റത്തുള്ളവരും, ഓക്കെ, ആഫ്രിക്കയുടെ വടക്കേ അറ്റത്തുള്ളവരും തെക്കേ അറ്റത്തുള്ളവരും, എസ്പെഷ്യലി തെക്കേ അറ്റത്തുള്ള ആഫ്രിക്കൻ ജനത കറുത്ത വർഗ്ഗക്കാരല്ല, വെളുത്ത വർഗ്ഗക്കാരാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ദക്ഷിണ ആഫ്രിക്ക? ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്ക എന്ന പേരിൽ അറിയപ്പെടുക. ദക്ഷിണാഫ്രിക്ക എന്ന രാജ്യത്ത് കറുത്ത വർഗ്ഗക്കാരുമുണ്ട്, വെളുത്ത വർഗ്ഗക്കാരുമുണ്ട്. ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. റിസർവേഷൻ ഉണ്ട് അവിടെ. ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ 11 പേരടങ്ങുന്ന ടീമിൽ നിശ്ചിത എണ്ണം കറുത്ത വർഗ്ഗക്കാരും മറ്റുള്ളവർ മാത്രമായിരിക്കണം വെളുത്ത വർഗ്ഗക്കാർ. ഭൂരിപക്ഷം വെളുത്ത വർഗ്ഗക്കാരാണെങ്കിലും കറുത്ത വർഗ്ഗക്കാർക്ക് റിസർവേഷൻ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ആഫ്രിക്കയിലെ എല്ലാ ജനങ്ങളും കറുത്ത വർഗ്ഗക്കാരാണോ? അല്ല. ഓക്കെ. എന്നാൽ ആ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും അവിടെ കാണപ്പെടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഓക്കെ. ഇനി ആഫ്രിക്ക വൻകരയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ 6ാം ക്ലാസ്സിലെ 1ാമത്തെയും 2ാമത്തെയും ചാപ്റ്റർ പഠിച്ചപ്പോൾ ചില കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. മാനവരാശിക്ക് തുടക്കം കുറിക്കപ്പെട്ട വൻകര ആഫ്രിക്ക വൻകരയാണ് അല്ലെ? അതുകൊണ്ട് മാനവികതയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ആഫ്രിക്കയാണ് അല്ലെ? ലോകത്താദ്യമായി മനുഷ്യൻ മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് കണക്കാക്കുന്ന ആഫ്രിക്ക വൻകരയിലാണ്. ആസ്ട്രലോപിഥെക്കസ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? അപ്പോ മാനവികതയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത്, മാനവികതയുടെ കളിത്തൊട്ടിൽ അല്ലെങ്കിൽ മനുഷ്യൻ രൂപം കൊണ്ട വൻകര ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ആഫ്രിക്ക അല്ലെ? ആഫ്രിക്കയിലെ ഭൂമധ്യരേഖ ഭൂപ്രദേശത്താണ് കൂടുതൽ ജനങ്ങൾ താമസിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ കറുത്ത വർഗ്ഗക്കാരെന്ന് പറഞ്ഞു. അതുകൊണ്ട് കാപ്പിരികളുടെ നാട് എന്നറിയപ്പെടുന്നത് ആഫ്രിക്കയാണ്. കാപ്പിരികളുടെ നാട് എന്നറിയപ്പെടുന്നത് ആഫ്രിക്കയാണ്. കാപ്പിരികളുടെ നാട് എന്നറിയപ്പെടുന്നത് ആഫ്രിക്കയാണ് എന്ന കാര്യം മറക്കാതിരിക്കുക. ചൂട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ മരുഭൂപ്രദേശം കാണപ്പെടുന്നതും ആഫ്രിക്ക വൻകരയിൽ തന്നെ. ഓക്കെ, തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ, ഉത്തരായന രേഖ, ഇവ മൂന്നും കടന്നു പോകുന്ന ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, ഇത് മൂന്നും കടന്നു പോകുന്ന ഒരേ ഒരു ഭൂഖണ്ഡമാണ് ആഫ്രിക്ക എന്ന് പറയുക. ഏറ്റവും വിശാലമായ സാവന്ന പുൽമേടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ആഫ്രിക്ക വൻകരയിലാണ്. ശരിയാണേ? അപ്പോ നമ്മൾ പുൽമേടുകൾ പഠിക്കാറുണ്ട്. സാവന്ന പുൽമേട് കാണപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ആഫ്രിക്കയിലാണ്.
ഈ സാവന്ന പുൽമേടിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോടാ? ആ പ്രത്യേകത PSC ചോദിക്കും. കേട്ടോ? സാവന്ന പുൽമേട് ആഫ്രിക്കയിലാണ്, നമുക്ക് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. ആ പ്രത്യേകതയാണ് PSC ചോദിക്കുക. നിങ്ങൾ ജോഗ്രഫിയിൽ പഠിക്കുന്നതാണ്. മരങ്ങൾ ഇടവിട്ട് കാണപ്പെടുന്ന ലോകത്തെ പ്രശസ്തമായ പുൽമേട് ഏത്? മരങ്ങൾ ഇടവിട്ട് കാണപ്പെടുന്ന മരങ്ങൾ ഇടവിട്ട് കാണപ്പെടുന്ന ലോകത്തെ പ്രധാന പുൽമേടാണ് സാവന്ന പുൽമേട്. ഓക്കെ അല്ലേ? പിന്നെ സാവന്ന പുൽമേട് ചൂട് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതനുസരിച്ച് ചൂട് കൂടിക്കഴിഞ്ഞാൽ അവിടെ ഉറപ്പായിട്ട് എന്ത് കിട്ടും? മഴ കിട്ടും. അല്ലേ? നമ്മൾ ഏഷ്യ വൻകര പഠിച്ചപ്പോൾ പറഞ്ഞു, ഏഷ്യയുടെ തെക്ക് ഭാഗത്ത് ഭൂമധ്യരേഖ ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ചൂട് കൂടുതലാണ്, അവിടെ അതിശക്തമായ മഴയും ലഭിക്കാറുണ്ടെന്ന് പറഞ്ഞു. ആഫ്രിക്കയിലെ ചൂട് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അവിടെ ഉറപ്പായിട്ട് എന്ത് കിട്ടും? മഴ കിട്ടും. അപ്പോൾ സാവന്ന പുൽമേടുകൾ മുതൽ ഇടതൂർന്ന മഴക്കാടുകൾ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ആഫ്രിക്ക വൻകരയ്ക്കുള്ളത്. മരങ്ങൾ ഇടവിട്ട് കാണപ്പെടുന്ന പുൽമേടാണ് ഇത് സാവന്ന പുൽമേട് എന്ന് പറയുക. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ഭൂമധ്യരേഖയും ഉത്തരായനരേഖയും ദക്ഷിണായനരേഖയും കടന്നു പോകുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ വൻകരയാണ് ആഫ്രിക്ക. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ കാണപ്പെടുന്ന വൻകര ആഫ്രിക്കയാണ്. മനുഷ്യൻ രൂപം കൊണ്ടത് ആഫ്രിക്കയിലായതുകൊണ്ട് മാനവികതയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നു. ഭൂമധ്യരേഖ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ജനങ്ങൾ ആ ചൂടേറ്റ് അവിടെ തൊലി കറുത്തതായതുകൊണ്ട് കാപ്പിരികളുടെ നാട് എന്ന് വിളിക്കുന്നു. ചൂട് കൂടുതലായതുകൊണ്ടാണ് കാപ്പിരികളുടെ നാട് എന്ന് വിളിക്കുക. ക്ലിയർ? ഗഡ്. നമുക്ക് ആഫ്രിക്ക വൻകരയുടെ സ്ഥിതി നോക്കാം. ഓക്കെ, ഭൂമധ്യരേഖ ഏകദേശം മധ്യഭാഗത്തൂടെയാണ് കടന്നു പോവുക. ഭൂമധ്യരേഖ ഏകദേശം മധ്യഭാഗത്തൂടെ കടന്നു പോകുന്നു. പിന്നെ ഉത്തരായന രേഖയും കടന്നു പോകുന്നുണ്ട്, ദക്ഷിണായന രേഖയും കടന്നു പോകുന്നുണ്ട്. ഉത്തരായന രേഖയും കടന്നു പോകുന്നുണ്ട്, ദക്ഷിണായന രേഖയും കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരായന രേഖയ്ക്കും വെളിയില്, ദക്ഷിണായന രേഖയ്ക്ക് വെളിയില് ഈ രണ്ട് ഭൂപ്രദേശത്തുള്ള ജനങ്ങളുടെ നിറം വ്യത്യാസമുണ്ട്. അതിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ജനങ്ങളുടെ നിറവും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, ഈ ഭാഗത്താണ് സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്ക കാണപ്പെടുക. ദക്ഷിണാഫ്രിക്കൻ ജനതയിൽ കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരുമുണ്ട്. പക്ഷെ ഭൂരിപക്ഷം ആരാണ്? വെളുത്ത വർഗ്ഗക്കാരാണ്. ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്ക വൻകരയിലാണ്. ഈ നൈൽ നദീതീരത്ത് മാനവ സംസ്കാരം ഉണ്ടായിരുന്നു. നമ്മൾ 6ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ പഠിച്ചപ്പോൾ, വെങ്കലിക സംസ്കാരം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഈജിപ്ഷ്യൻ സംസ്കാരം. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത്, ഈജിപ്റ്റ് സംസ്കാരത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് നൈൽ നദീതീരമാണ്. ആണ്. യെസ്. ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് കിളിമാഞ്ചാരോ. ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് കിളിമാഞ്ചാരോ എന്ന് പറയുക. മറക്കില്ലല്ലോ. യെസ്. ഈ കിളിമാഞ്ചാരോ എന്ന പർവ്വതത്തെ നമ്മൾ തിളങ്ങുന്ന പർവ്വതം എന്ന് വിളിക്കാറുണ്ട്. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. അതൊരു നിർജീവ അഗ്നിപർവ്വതമാണ്. ആദ്യ കാലഘട്ടത്ത്, പ്രാചീന കാലഘട്ടത്ത് അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായി. ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടായി. എന്നാലും നിലവില് നിർജീവമായിരിക്കുന്നവയാണ് നമ്മൾ നിർജീവ അഗ്നിപർവ്വതം എന്ന് വിളിക്കുക. കിളിമാഞ്ചാരോ എന്ന് പറയുന്നത് ഒരു നിർജീവ അഗ്നിപർവ്വതമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്ക വൻകരയിലെ ഏത് രാജ്യത്താണെന്ന് അറിയാമോ? ടാൻസാനിയ എന്ന രാജ്യത്താണ്. ഏതാ? ടാൻസാനിയ. ടാൻസാനിയ എന്ന രാജ്യത്താണ്. എന്താണ് വിശേഷണം? തിളങ്ങുന്ന പർവ്വതം എന്നറിയപ്പെടുന്നു. തിളങ്ങുന്ന പർവ്വതം എന്നറിയപ്പെടുന്നു. ഇതുകൂടാതെ ആഫ്രിക്ക വൻകരയിലെ ഏതെങ്കിലും പർവ്വതങ്ങളെ നിങ്ങൾക്ക് അറിയാമോടാ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പർവ്വതം കൂടിയുണ്ട് കേട്ടോ. ആഫ്രിക്ക വൻകരയിലെ ഏറ്റവും നീളം കൂടിയ പർവ്വത നിര. ആഫ്രിക്കയിലെ ഏറ്റവും നീളം കൂടിയ പർവ്വത നിരയുണ്ട്. പർവ്വത നിര. അപ്പൊ ആഫ്രിക്ക വൻകരയിലെ ഏറ്റവും വലിയ പർവ്വതം എന്ന് പറയുന്നത് കിളിമാഞ്ചാരോ. നീളം കൂടിയ പർവ്വത നിര എന്ന് പറയുന്നത് അറ്റ്ലസ് ആണ്. അറ്റ്ലസ്. അപ്പൊ നീളം കൂടിയ പർവ്വത നിര എന്ന് പറയുന്നത് അറ്റ്ലസും, ഏറ്റവും വലിയ പർവ്വതം എന്ന് പറയുന്നത് കിളിമാഞ്ചാരോയും. ക്ലിയർ ആണേ? അപ്പോ ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ കാണപ്പെടുന്നത് ആഫ്രിക്ക വൻകരയിലാണ്. ഈ നൈൽ നദിക്കരയിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം രൂപം കൊണ്ടത്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം കിളിമാഞ്ചാരോ, അത് ആഫ്രിക്ക വൻകരയിൽ ടാൻസാനിയ എന്ന രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു. തിളങ്ങുന്ന പർവ്വതം എന്നാണ് അറിയപ്പെടുക. അത് നിർജീവ അവസ്ഥയിലുള്ള അഗ്നിപർവ്വതമാണ്. ആഫ്രിക്ക വൻകരയിലെ ഏറ്റവും നീളമുള്ള പർവ്വത നിര, ഏറ്റവും വലിയ പർവ്വത നിര എന്ന് പറയുന്നത് അറ്റ്ലസ് പർവ്വത നിരയുമാണ്. അറ്റ്ലസ് പർവ്വത നിരയുമാണ്. ക്ലിയർ ആണേ? ഇനി അടുത്ത് പറയുന്നു സഹാറ മരുഭൂമി.
സഹാറ മരുഭൂമി. ഭൂമിയിലെ ലോകത്തെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയാണ് സഹാറ. ലോകത്തെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയാണ് സഹാറ എന്ന പേരിൽ അറിയപ്പെടുക. അപ്പൊ സഹാറ മരുഭൂമിയുടെ പ്രത്യേകത എന്താണ്? ലോകത്തെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയാണ്. നമുക്കറിയാം ഉഷ്ണമരുഭൂമിയും ശീതമരുഭൂമിയും ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ? ഉഷ്ണമരുഭൂമിയും ശീതമരുഭൂമിയും ഉണ്ടെന്ന് നമുക്കറിയാം. ലോകത്തെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി സഹാറ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ആഫ്രിക്കയിലാണ്. ഇമ്പോർട്ടന്റ് ആണ്. PSC ഒരുപാട് തവണ പ്രാധാന്യത്തോടെ ചോദിക്കാറുണ്ട്. സഹാറ മരുഭൂമിക്ക് ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയാണെന്ന് പറഞ്ഞല്ലോ. അവിടെ ചൂട് കൂടുതലാണോ? അതെ. ശരാശരി എത്രയാണ് താപനില എന്ന് അറിയാമോ? സഹാറ മരുഭൂമിയിലെ ശരാശരി താപനില എന്ന് പറയുന്നേ ശരാശരി താപനില എന്ന് പറയുന്നേ 57 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. നമ്മുടെ കേരളത്തിലൊക്കെ ഒരു 40 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ഒന്ന് ചിന്തിച്ചേ. 57 ഡിഗ്രി സെന്റിഗ്രേഡ് അല്ലേ? അറ്റ്ലാന്റിക് സമുദ്രവും ചെങ്കടലുമാണ് ഈ സഹാറ മരുഭൂമിയുടെ 2 അതിർത്തി ഭൂപ്രദേശങ്ങൾ എന്ന് പറയുക. ലോകത്തെ ഏറ്റവും വലുതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ വിസ്തൃതിയൂടെ പറയണ്ടേ? നോക്കാം. 94 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 94 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ഏകദേശം 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ആണോ? ഏകദേശം 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തൃതി. ഈ സഹാറ മരുഭൂമിയുടെ വിസ്തൃതി എത്രയാ? 94 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ആ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഇന്ത്യയുടെ 3 ഇരട്ടിയോളം വരും സഹാറ മരുഭൂമിയുടെ വിസ്തൃതി. അപ്പൊ ലോകത്തെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയാണ് സഹാറ എന്ന് പറഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ 7ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയുടെ 3 മടങ്ങോളം വരും സഹാറ മരുഭൂമിയുടെ വിസ്തൃതി. ഓക്കെ. അപ്പൊ ലോകത്തെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമി വിസ്തൃതി എത്രയാ? 94 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടേത് 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതി എന്ന് പറയുക. അപ്പൊ ഇന്ത്യയുടെ ഏകദേശം 3 മടങ്ങോളം വരും സഹാറ മരുഭൂമിയുടെ വിസ്തൃതി. ഓക്കെ അല്ലേ? അപ്പൊ ലോകത്തെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയാണ്. ലോകത്തെ ഏറ്റവും ചൂട് കൂടിയ മരുഭൂമിയാണ്. 57 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് ശരാശരി താപനില എന്ന് പറയുക. അറ്റ്ലാന്റിക് സമുദ്രം മുതൽ ചെങ്കടൽ വരെയാണ് ഈ സഹാറ മരുഭൂമി കാണപ്പെടുക. സഹാറ മരുഭൂമിയുടെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് 94 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ ഏകദേശം 3 മടങ്ങോളം വരും. ശരിയല്ലേ? ഇനി നോക്കിയേ. സഹാറ മരുഭൂമിയിലെ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. ഇന്ത്യയുടെ 3 ഇരട്ടി വരുന്ന വിസ്തൃതമായ ഭൂപ്രദേശമാണ്. ഉറപ്പായിട്ടും അവിടെ എന്തുണ്ടാവും? വിവിധതരം സസ്യജന്തുജാലങ്ങൾ ഉണ്ടാവും. പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഗോത്ര വിഭാഗക്കാരും സഹാറയുടെ സവിശേഷതയാണ്. സഹാറ മരുഭൂമിയിൽ ജനവാസമുണ്ടോ? ജനവാസമുണ്ട്. ആരാണുള്ളത്? ഗോത്ര വിഭാഗക്കാരാണ്. അടുത്ത നമ്മൾ പറഞ്ഞല്ലോ ആഫ്രിക്കയില് മഴ പെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് മഴക്കാടുകൾ ഉണ്ടെന്ന്. അതെ. ഭൂമധ്യരേഖാ പ്രദേശത്ത് കാണപ്പെടുന്ന സമൃദ്ധവും ഇടതൂർന്നതുമായ വനങ്ങളാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ. വർഷം മുഴുവനും ഉയർന്ന ചൂടും കനത്ത മഴയും ലഭിക്കുന്നു. ഏകദേശം 200 സെന്റിമീറ്ററിലധികം മഴ ലഭിക്കുന്ന ഭൂപ്രദേശങ്ങളാണ് മഴക്കാടുകൾ എന്ന് നമ്മൾ വിളിക്കുക. സാധാരണത്തിൽ അങ്ങനെയാണ് പറയുക. മഴക്കാടെന്ന് വിളിക്കണമെങ്കിൽ ശരാശരി 200 സെന്റിമീറ്ററിൽ കൂടുതൽ വാർഷിക വർഷപാതം വാർഷിക വർഷപാതം ലഭിക്കുന്ന ഭൂപ്രദേശങ്ങളാണ് എന്ത് പേരിൽ അറിയപ്പെടുക? എന്ത് പേരിൽ അറിയപ്പെടുക? എന്ത് പേരിൽ അറിയപ്പെടുക? യെസ്, മഴക്കാടുകൾ എന്ന പേരിൽ അറിയപ്പെടുക. മനസ്സിലുണ്ടാവണേ. ശരാശരി വർഷപാതം 200 സെന്റിമീറ്ററോ അതിൽ കൂടുതലോ ആയിരിക്കും. ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഭൂമിയിലെ മറ്റ് ഏതൊരു ആവാസ വ്യവസ്ഥയെക്കാളും മഴക്കാടുകളിൽ കൂടുതൽ സസ്യജന്തുജാലങ്ങൾ കാണപ്പെടും. ലോകത്ത് മറ്റ് മഴക്കാടുകൾക്ക് ഉദാഹരണം എന്ന് പറഞ്ഞാൽ തെക്കേ അമേരിക്കയിലെ ആമസോൺ മഴക്കാടുകള്, ആഫ്രിക്കയിലെ കോങ്കോ മഴക്കാടുകള്, തെക്കിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖലാ മഴക്കാടുകള്. കേരളത്തിലും മഴക്കാടുകൾ കാണപ്പെടുന്നുണ്ട്. അല്ലെ? യെസ്. സൈലന്റ് വാലി ഒരു മഴക്കാടിന് ഉദാഹരണമാണ്. ഓക്കെ. അപ്പൊ ഉഷ്ണമേഖലാ മഴക്കാടുകൾ ആഫ്രിക്ക വൻകരയിൽ കാണപ്പെടുന്നുണ്ടോ? ഉണ്ട്. ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്നുണ്ട്. ചൂട് കൂടുതലാണ്. ചൂട് കൂടിക്കഴിഞ്ഞാൽ ബാഷ്പീഭവനത്വം കൂടുതലാകും. സാച്ചുറേഷൻ ലെവല് കൂടുതലായിരിക്കും. അങ്ങനെ സാച്ചുറേഷൻ ലെവൽ എത്തിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നീരാവി ആകാശത്തെത്തിയാൽ അന്തരീക്ഷത്തിലേക്ക് മഴ പെയ്യും. അപ്പൊ ഉറപ്പായിട്ടും ചൂട് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മഴ പെയ്തിരിക്കും. അതാണ് വസ്തുത. പക്ഷേ അവിടെ ക്യുമുലസ് മേഘങ്ങൾ കാരണമായിരിക്കും മഴ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും ഉണ്ടാവുക. ക്യുമുലസ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത് കാരണം. കാരണം സഞ്ചരിക്കുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. സഞ്ചരിക്കുന്ന മേഘങ്ങൾ പരസ്പരം കൂട്ടിമുട്ടും അല്ലേ? നമുക്കറിയാം. ഗുഡ്. ഓക്കെ. അപ്പൊ ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഭൂമധ്യരേഖ പ്രദേശത്ത് കാണപ്പെടുന്ന സമൃദ്ധവും ഇടതീർന്നതുമായ വനങ്ങളാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ. ലോകത്തെ പ്രധാനപ്പെട്ട ഉഷ്ണമേഖലാ മഴക്കാടുകൾക്ക് ഉദാഹരണം തെക്കേ അമേരിക്കയിലെ ആമസോൺ, പിന്നെ ആഫ്രിക്കയിലെ കോങ്കോ, പിന്നെ തെക്കിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ.
കൂടാതെ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന മഴക്കാടുകൾ. എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമേ മഴക്കാടുള്ളൂ എന്നാണോ? ഇല്ല. കേരളത്തിലുണ്ട് ഞാൻ പറഞ്ഞു അല്ലെ? കാലാവസ്ഥ നോക്കാം. ആഫ്രിക്കയിലെ കാലാവസ്ഥ. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശത്തും ഏകദേശം തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ആഫ്രിക്ക. അതാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞേ. ആഫ്രിക്ക വൻകരയെ ഭൂമധ്യരേഖ 2 തുല്യ ഭാഗങ്ങളായി വേർതിരിക്കുന്നു. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശത്തേക്കും ഏകദേശം തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ആഫ്രിക്ക. അഥവാ ആഫ്രിക്കയെ ഭൂമധ്യരേഖ 2 തുല്യ ഭാഗങ്ങളായി വേർതിരിക്കുന്നു. ഈ ഭൂപ്രദേശത്ത് ചൂട് കൂടുതലാണ്. ഓക്കെ. പിന്നെ തീരദേശങ്ങളില് മിതോഷ്ണ മേഖല, മിതോഷ്ണ കാലാവസ്ഥയാണ് അനുഭവപ്പെടുക. സസ്യജന്തുജാലങ്ങൾ. വൈവിധ്യതല സമൃദ്ധമാണ് ആഫ്രിക്കയിലെ സാവന്ന പുൽമേടുകൾ. നമ്മൾ സാവന്ന പുൽമേട് പഠിച്ചു. ഉഷ്ണമേഖല മഴക്കാടുകൾ പഠിച്ചു. ഓക്കെ. സെറൻഗെറ്റിയിലെ ജന്തുജാലങ്ങളുടെ കാലിക കുടിയേറ്റം ആഫ്രിക്കയിലെ ഒരു പ്രധാന സവിശേഷതയാണ്. സൂര്യന്റെ സഞ്ചാരമനുസരിച്ച്, കാരണം നമുക്കറിയാലോ, സൂര്യന്റെ സഞ്ചാരമനുസരിച്ച് ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കാറുണ്ട് അല്ലെ? ഈ ദക്ഷിണാർദ്ധഗോളവും ഉത്തരാർദ്ധഗോളവും ആഫ്രിക്ക വൻകരയെ സംബന്ധിച്ചിട്ട് ഏകദേശം തുല്യ ഭാഗത്താണ് കാണപ്പെടുക. ഭൂമധ്യരേഖ 2 വിഭജിക്കുന്നു തുല്യമായിട്ട്. അതുകൊണ്ട് തന്നെ ദക്ഷിണാർദ്ധഗോളത്തില് സൂര്യനായിരിക്കുമ്പോൾ ഈ കന്നുകാലികള് എങ്ങോട്ട് പോകും? സൂര്യന്റെ സഞ്ചാരം ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കുമ്പോൾ കന്നുകാലികൾ എങ്ങോട്ട് താൽക്കാലികമായി താമസം മാറ്റും? ഉത്തരാർദ്ധഗോളത്തിലേക്ക്. സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലേക്ക് എത്തുമ്പോൾ ഈ കാലിവർഗ്ഗങ്ങൾ എങ്ങോട്ട് പോകും? ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് പോകും. കാരണം എന്താ? കന്നുകാലികൾക്ക് ആവശ്യം എന്താണ്? അത്യാവശ്യം അവർക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ പുൽമേടുകളാണ്. സൂര്യന്റെ ചൂട് കൂടുതലായി കഴിഞ്ഞാൽ പുൽമേടുകൾ ഇല്ലാതായി പോകും. സൂര്യന്റെ ചൂട് കുറഞ്ഞാൽ അവിടെ പുൽമേടുകൾ ധാരാളമായി ഉണ്ടാവും. അപ്പൊ അതിന്റെ സൂര്യന്റെ സഞ്ചാരം അനുസരിച്ച് പ്രാദേശികമായി കന്നുകാലികൾ കുടിയേറ്റം നടത്താറുണ്ട്. ഇതാണ് സെറൻഗെറ്റിയിലെ ജന്തുജാലങ്ങളുടെ കാലിക കുടിയേറ്റം എന്നറിയപ്പെടുക. സെറൻഗെറ്റിയിലെ ജന്തുജാലങ്ങളുടെ താൽക്കാലിക കുടിയേറ്റം ഏത് വൻകരയിലാണ് കാണപ്പെടുക? അല്ലെങ്കിൽ സെറൻഗെറ്റിയിലെ കുടിയേറ്റം ഏത് വൻകരയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. ആഫ്രിക്ക വൻകരയുമായി. ആഫ്രിക്കയിലെ ജന്തുജാലങ്ങളെ നമുക്ക് പരിശോധിക്കാം. നോക്കിയേ. ബയോബോബ് എന്ന വൃക്ഷം. ബയോബോബ് എന്ന വൃക്ഷം. കറുത്ത കാണ്ടാമൃഗം. ആഫ്രിക്കൻ കാട്ടുനായ. ഇതിൽ ആഫ്രിക്കൻ കാട്ടുനായ ഏത് വൻകരയിലെന്ന് PSC ചോദിക്കാൻ സാധ്യതയില്ല. കറുത്ത കാണ്ടാമൃഗങ്ങൾ കാണപ്പെടുന്ന വൻകര ഏതെന്ന് ചോദിക്കാം. ആഫ്രിക്ക. ബയോബാബ് വൃക്ഷം കാണപ്പെടുന്ന വൻകര ഏതെന്ന് ചോദിക്കാം. ആഫ്രിക്ക. മനസ്സിലായോ? അപ്പൊ അത് ദയവായി ഓർത്തു വെക്കുക. ബയോബാബ് വൃക്ഷം കാണപ്പെടുന്ന വൻകര ഏത്? ആഫ്രിക്ക വൻകരയാണ്. സെറൻഗേറ്റിയിലെ കാലിക കുടിയേറ്റം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ സെറൻഗേറ്റിയിലെ കാലിക കുടിയേറ്റം കാണപ്പെടുന്ന ഏത് വൻകരയാണ്? ആഫ്രിക്ക വൻകരയാണ്. അത് ജസ്റ്റ് നോക്കിയേ. കാലാവസ്ഥ വ്യതിയാനങ്ങളും ഭക്ഷണ ലഭ്യതയ്ക്കും അനുസൃതമായി മൃഗങ്ങളും പക്ഷികളും ദീർഘദൂരം സഞ്ചരിക്കുന്ന പ്രതിഭാസത്തിന് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ കാലിക കുടിയേറ്റം. സെറൻഗെറ്റി എന്ന സ്ഥലത്ത് ദശലക്ഷക്കണക്കിന് സീബ്രകളും ഗസലുകളും പുതിയ മേച്ചിൽ സ്ഥലങ്ങളിലേക്ക്, എവിടെയാണോ പുൽത്തകിടിയുള്ളത് അങ്ങോട്ട് പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ തേടി എന്ത് ചെയ്യും? ടാൻസാനിയയ്ക്കും കെനിയയ്ക്കും ഇടയിൽ നീങ്ങുന്നതിനെയാണ് ടാൻസാനിയയ്ക്കും കെനിയയ്ക്കും ഇടയിൽ നീങ്ങുന്നതാണ് ഈ സെറൻഗെറ്റിയിലെ കാലിക കുടിയേറ്റം എന്നറിയപ്പെടുക. അതായത് ടാൻസാനിയയ്ക്കും കെനിയയ്ക്കും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. സൂര്യന്റെ സഞ്ചാരത്തിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ. ടാൻസാനിയയ്ക്കും കെനിയയ്ക്കും ഇടയിൽ നീങ്ങുന്നതാണ് സെറൻഗെറ്റിയിലെ കാലിക കുടിയേറ്റം എന്നറിയപ്പെടുക. ആഫ്രിക്കയിലുടനീളമുള്ള ആവാസ വ്യവസ്ഥകളുടെ സന്തുലിതാവസ്ഥയാണ് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നിർണായകമാണെന്ന് ഈ കുടിയേറ്റങ്ങൾ തെളിയിക്കുന്നുണ്ട്. അവർക്ക് നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ അവരെ പലായനം ചെയ്യും. എന്നിട്ട് അവയ്ക്ക് സാഹചര്യം അനുകൂലമായാൽ അവ തിരിച്ച് ആ ഭൂപ്രദേശത്ത് എത്തുകയും ചെയ്യും. ഓക്കെ. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. സെറൻഗെറ്റിയിലെ കാലിക കുടിയേറ്റം ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ്? ടാൻസാനിയയ്ക്കും കെനിയയ്ക്കും ഇടയിൽ. മേച്ചിൽപ്പുറങ്ങൾ തേടി എന്ത് ചെയ്യുന്നു? കന്നുകാലികളുടെ പ്രാദേശികമായ കുടിയേറ്റമാണ് ഇവിടെ സംഭവിക്കുക. ടാൻസാനിയയ്ക്കും കെനിയയ്ക്കും ഇടയിലാണ് ഈ സെറൻഗെറ്റിയിലെ കാലിക കുടിയേറ്റം സംഭവിക്കുക. സെറ്റാണ്, മറക്കില്ലാലോ. ജനജീവിതം. ആഫ്രിക്കയിലെ ഭൂരിഭാഗം ജനങ്ങളിൽ ഗ്രാമങ്ങളിൽ വസിക്കുന്നവരും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരുമാണ്. ഏഷ്യ വൻകരയെ പോലെ തന്നെ അടിസ്ഥാന തൊഴിൽ കാർഷിക വൃത്തി തന്നെ. സംസ്കാരങ്ങൾ, ഭാഷകൾ, ചരിത്രം എന്നിവയിൽ സമ്പന്നമായ നാടാണ് ആഫ്രിക്ക. പുരാതന നാഗരികതയിൽ ഒന്നായ ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്ത് ആഫ്രിക്കയിലെ നൈൽ നദിക്കരയിലാണ്. ഈജിപ്തിലെ പിരമിഡുകൾ പ്രാചീന നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ തെളിവായി നൽകുന്നു. ഇതൊക്കെ നമ്മൾ 6ാം ക്ലാസ്സിൽ 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലെ? പഠിച്ചതാണ്, നമുക്കറിയാം. ഗഡ്. ഓക്കെ അല്ലേ? ഇത്രയും സെറ്റാണേ. മറക്കില്ല എന്ന് കരുതിക്കോട്ടെ. മറക്കില്ല എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇനി ആഫ്രിക്ക വൻകരയുമായി ബന്ധപ്പെട്ട് ടാൻസാനിയ എന്ന് പറയുന്ന രാജ്യം നമ്മൾ പഠിച്ചു അല്ലെ?
ആ ടാൻസാനിയ എന്ന രാജ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ആഫ്രിക്ക വൻകരയെ സംബന്ധിച്ച് ഒട്ടനവധി ജീവജാലങ്ങളുള്ള വൻകരയാണെന്ന് പറഞ്ഞല്ലോ. ലോകത്ത് ഏറ്റവും അധികം എണ്ണത്തിൽ ഏറ്റവും അധികം വന്യമൃഗങ്ങളുള്ള രാജ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങളുള്ള രാജ്യം, വന്യമൃഗങ്ങൾ വന്യമൃഗങ്ങളുള്ള രാജ്യം എന്ന് പറയുന്നത് ടാൻസാനിയ. ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയ. ലോകത്തെ ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങളുള്ള രാജ്യം എന്ന് പറയുന്നത് ടാൻസാനിയാണ്. ഓക്കെ. ലോകത്തെ ഏറ്റവും കൂടുതൽ വന്യജീവികളുള്ള വൻകര ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ആഫ്രിക്ക എന്ന് പറയണം. ലോകത്തെ ഏറ്റവും കൂടുതൽ വന്യജീവികളുള്ള വൻകര ആഫ്രിക്കയാണ്. ലോകത്തെ ഏറ്റവും അധികം വന്യജീവികളുള്ള രാജ്യം എന്ന് പറയുന്നത് ടാൻസാനിയാണ്. ഓക്കെ. ലോകത്ത് ഏറ്റവും അധികം ഏറ്റവും കൂടുതൽ മത്സ്യവർഗങ്ങൾ കാണപ്പെടുന്നത് മലാവി തടാകത്തിലാണ്. മലാവി തടാകത്തില് അത് ആഫ്രിക്ക വൻകരയിൽ തന്നെ. പിന്നെ ആഫ്രിക്ക വൻകരയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം കൂടെയുണ്ട്. 8ാം ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന മഡഗാസ്കർ. 8ാം ഭൂഖണ്ഡം എന്ന് വിശേഷിപ്പിക്കുന്ന മഡഗാസ്കർ ആഫ്രിക്ക വൻകരയുടെ കീഴിലാണ് സ്ഥിതി ചെയ്യുക. 8ാം ഭൂഖണ്ഡം അല്ലെങ്കിൽ ബദൽ ലോകം എന്നറിയപ്പെടുന്ന മഡഗാസ്കർ സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്ക വൻകരയുടെ അധീന ഭൂപ്രദേശത്താണ്. കേട്ടോ, മറക്കരുത്. ഇനി ഞാൻ പറഞ്ഞല്ലോ ആഫ്രിക്കയിലെ കുറേയധികം ഗോത്രവർഗ്ഗക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ. ആഫ്രിക്കയിലെ കുറേയധികം ഗോത്രവർഗ്ഗക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആഫ്രിക്കയില് കോങ്കോ ഭൂപ്രദേശത്ത് കാണപ്പെടുന്ന ഗോത്ര വിഭാഗമാണ് പിഗ്മികൾ എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ. കോങ്കോ ഭൂപ്രദേശത്തെ ഗോത്ര വിഭാഗമാണ് പിഗ്മികൾ എന്ന പേരിൽ അറിയപ്പെടുക. അതുകൂടെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ, പിഗ്മികൾ. ഓക്കെ, മറക്കില്ലല്ലോ. യെസ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ അഡീഷണലി ചില കാര്യങ്ങളോട് പഠിച്ചു വെച്ചു. ലോകത്തെ ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങൾ കാണപ്പെടുന്ന വൻകര ആഫ്രിക്കയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങൾ കാണപ്പെടുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ആഫ്രിക്ക വൻകരയിലെ ടാൻസാനിയാണ്. ആഫ്രിക്ക വൻകരയിലെ ടാൻസാനിയാണ്. ഓക്കെ. പിന്നെ പറയുന്നത് ഏറ്റവും കൂടുതൽ മത്സ്യവർഗ്ഗങ്ങൾ കാണപ്പെടുന്നത് ആഫ്രിക്ക വൻകരയിലെ മലാവി തടാകത്തിലാണ്. 8ാം ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന മഡഗാസ്കർ ആഫ്രിക്ക വൻകരയുടെ കീഴിലാണ് സ്ഥിതി ചെയ്യുക. ഓക്കെ. കോങ്കോ എന്ന രാജ്യത്തെ ഗോത്ര വിഭാഗമാണ് പിഗ്മികൾ എന്ന പേരിൽ അറിയപ്പെടുക. പിഗ്മികൾ എന്ന പേരിൽ അറിയപ്പെടുക. പിന്നെ ഓക്കെ, ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് തെക്കേ അമേരിക്കയാണ്. നമ്മൾ തെക്കേ അമേരിക്കയിലേക്ക് പോകുമ്പോൾ നമ്മൾ അതവിടെ പഠിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണ്? തെക്കേ അമേരിക്കയാണ്. പക്ഷേ ഈ കാപ്പിയുടെ ജന്മദേശം എന്ന് പറയുന്നത് ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയാണ്. അതുകൂടെ പഠിച്ചു വെക്കും കേട്ടോ. നമ്മൾ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ അത് കണക്ട് ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് തെക്കേ അമേരിക്ക ആണെങ്കിലും കാപ്പിയുടെ ജന്മദേശം എന്ന് പറയുന്നത് ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയാണ്. അത് ദയവായി ഓർമ്മിക്കാം. ഓക്കെ. നിലവില് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന തെക്കേ അമേരിക്കൻ രാജ്യമായ ബ്രസീലാണ്. എന്നാൽ കാപ്പിയുടെ ജന്മദേശം ഏതെന്ന് ചോദിച്ചാൽ ഏതെന്ന് പറയണം? ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യ എന്ന് പറയണം. മറക്കില്ലല്ലോ. ഇല്ല അല്ലേ? നമ്മൾ കിടലുമാണ്. യെസ്. അപ്പൊ ഇത്രയും കൃത്യമായി പഠിച്ചുറപ്പിക്കണം. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത വൻകരയെ കുറിച്ചാണ്. നോക്കാം. റോക്കി മുതൽ അപ്ലേഷ്യൻ വരെ. റോക്കി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഏത് വൻകരയാണെന്ന്. ലോകത്ത് വികസിത രാജ്യങ്ങളും വലിയ നഗരങ്ങളും ഉൾപ്പെടുന്ന വടക്കേ അമേരിക്കയിലാണ് റോക്കി പർവ്വതനിര സ്ഥിതി ചെയ്യുക. ഓക്കെ. ലോകത്ത് ഏറ്റവും തിരക്കേറിയ സമുദ്രഭാഗമാണ് ഈ നമ്മുടെ വടക്കേ അമേരിക്ക നമ്മൾ ഗ്ലോബിലുണ്ട് അല്ലെ. വടക്കേ അമേരിക്ക ഈ ഒരു ഭൂപ്രദേശമാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും തിരക്കേറിയ കപ്പൽപാത എന്ന് പറയുന്നത്, സമുദ്രം എന്ന് പറയുന്നത് ഈ ഒരു ഭൂപ്രദേശമാണ്. ഇത് വടക്കൻ അറ്റ്ലാന്റിക് എന്നാണ് അറിയപ്പെടുക. വടക്കൻ അറ്റ്ലാന്റിക്. ഇത് അറ്റ്ലാന്റിക്, ഇത് പസഫിക് ആണ്, ഇത് ആർട്ടിക് ആണ്. പസഫിക്കിനും അറ്റ്ലാന്റിക്കിനും ആർട്ടിക്കിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് വടക്കേ അമേരിക്ക. ഓക്കെ. പസഫിക്, അറ്റ്ലാന്റിക്, ആർട്ടിക് എന്ന സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക എന്ന് പറയുക.
അമേരിക്ക, കാനഡ തുടങ്ങിയ വികസിത രാജ്യം, USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അല്ലെ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, കാനഡ തുടങ്ങിയ വികസിത രാജ്യങ്ങൾ കാണപ്പെടുന്ന വൻകര വടക്കേ അമേരിക്ക. എന്നാൽ അത്രത്തോളം വികസനം എത്താത്ത കരീബിയൻ രാജ്യങ്ങൾ കാണപ്പെടുന്നതും ഇവിടെ തന്നെ വടക്കേ അമേരിക്കയിൽ തന്നെ. ഓക്കെ, ചില വികസിത രാജ്യങ്ങൾ വലിയ നഗരങ്ങൾ ഉൾപ്പെടുന്നതാണെങ്കിലും കരീബിയൻ രാജ്യങ്ങൾ, വെസ്റ്റ് ഇൻഡീസ് ഉൾപ്പെടെയുള്ള കരീബിയൻ രാജ്യങ്ങളും ഇവിടെ തന്നെയാണ് കാണപ്പെടുക, വടക്കേ അമേരിക്കയിൽ തന്നെയാണ് കാണപ്പെടുക. വടക്കേ അമേരിക്കയെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് പരിശോധിക്കാം. വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാന പർവ്വതനിരകളാണ് റോക്കി, അപ്പലേച്ചിയൻ എന്നിവ. റോക്കി, അപ്പലേച്ചിയൻ എന്നിവ. റോക്കി പർവ്വതനിര നിങ്ങൾക്കറിയാം. റോക്കി, അപ്പലേച്ചിയൻ എന്നിവ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റോക്കി പർവ്വതനിരയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇതൊരു മടക്ക് പർവ്വതമാണ്. ഓക്കെ, അപ്പോ വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതം എന്ന് പറയുന്നത് റോക്കി പർവ്വതനിരയാണ്. മടക്ക് പർവ്വതം അഥവാ ഫോൾഡഡ് മൗണ്ടൈൻ ആണ് ഇത് റോക്കി എന്ന് പറയുക. എങ്കില് ഈ അപ്പലേഷ്യൻ പർവ്വതനിരയുടെ പ്രത്യേകത എന്താണ്? അതൊരു അവശിഷ്ട പർവ്വതമാണ്. അവശിഷ്ട പർവ്വതമാണ് അപ്പലേഷ്യൻ എന്ന് പറയുക. അപ്പലേഷ്യൻ അവശിഷ്ട പർവ്വതമാണ്. അത് ദയവായി ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാന പർവ്വതങ്ങളൊന്ന് റോക്കി, രണ്ട് അപ്പലേഷ്യൻ. റോക്കി എന്ന് പറയുന്നത് മടക്ക് പർവ്വതമാണ്, ഫോൾഡഡ് മൗണ്ടൈൻ ആണ്. അപ്പലേഷ്യൻ എന്ന് പറയുന്നത് അവശിഷ്ട പർവ്വതമാണ് അഥവാ റെസിഡുവൽ മൗണ്ടൈൻ ആണ്. ക്ലിയർ? ഇനി അടുത്ത് പറയുന്നു, അമേരിക്കയെ സംബന്ധിച്ചിട്ട് പർവ്വതനിരകളുണ്ട്, ഫലപുഷ്ടമായ മഹാസമതലങ്ങളുണ്ട്. വടക്കേ അമേരിക്കയിലെ അതിവിശിഷ്ടമായ ഒരു പ്രത്യേകത നിറഞ്ഞ പുൽമേടാണ് പ്രയറി പുൽമേടുകൾ എന്ന പേരിൽ അറിയപ്പെടുക. പ്രയറീസ് അഥവാ പ്രയറി പുൽമേട് കേട്ടിട്ടുണ്ടോ? പ്രയറീസ് പുൽമേട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പ്രയറീസ് പുൽമേടിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. ഈ പ്രയറീസ് പുൽമേടിനെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? ലോകത്തിന്റെ അപ്പക്കുട്ട എന്ന് വിളിക്കാറുണ്ട്. അപ്പോ ലോകത്തിന്റെ അപ്പക്കുട്ട അല്ലെങ്കിൽ ലോകത്തിന്റെ ബ്രെഡ് ബാസ്ക്കറ്റ്, ലോകത്തിന്റെ അപ്പക്കൊട്ട അഥവാ ബ്രെഡ് ബാസ്ക്കറ്റ് എന്നറിയപ്പെടുന്നത് പ്രയറീസ് പുൽമേടാണ്. ലോകത്തിന്റെ അപ്പക്കൊട്ട അല്ലെങ്കിൽ ബ്രെഡ് ബാസ്ക്കറ്റ് എന്നറിയപ്പെടുന്നത് പ്രയറീസ് പുൽമേടാണ്, വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സാവന്ന പുൽമേട് ആഫ്രിക്കയിൽ പഠിച്ചു. എന്താ അതിന്റെ പ്രത്യേകത? മരങ്ങൾ ഇടവിട്ട് വളരുന്ന പുൽമേടാണ് ആഫ്രിക്കയിലെ സാവന്ന പുൽമേട്. എന്നാൽ ലോകത്തിന്റെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്നറിയപ്പെടുന്നത്, ലോകത്തിന്റെ അപ്പക്കൊട്ട എന്നറിയപ്പെടുന്നത് വടക്കേ അമേരിക്കയിലെ പ്രയറീസ് പുൽമേടാണ്. മിസോറി, മിസിസിപ്പി ഉൾപ്പെടെ ധാരാളം നദികളും ഇവിടെ കാണപ്പെടുന്നുണ്ട്. മിസോറി, മിസിസിപ്പി തുടങ്ങിയ നദികളും ഇവിടെ കാണപ്പെടുന്നുണ്ട്. നമ്മുടെ വടക്കേ അമേരിക്കയിൽ കാണപ്പെടുന്നുണ്ട്. വടക്കേ അമേരിക്കയിലെ പ്രധാനപ്പെട്ട നദികൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ മിസോറി, മിസിസിപ്പി എന്ന് പറയുമ്പോൾ ചില പ്രത്യേകതകൾ നിറഞ്ഞ ഒരു നദിയാണ്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് മിസോറി, മിസിസിപ്പി. ഒറ്റ നദിയുടെ പേരാണ് കേട്ടോ. പക്ഷേ രണ്ട് പ്രാദേശിക നദികൾ ചേർന്നതാണ്. നമ്മൾ പറയുമ്പോൾ വടക്കേ അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദി മിസോറി, മിസിസിപ്പി എന്ന് നമ്മൾ പറയും. മിസോറി, മിസിസിപ്പി എന്ന് പറയും. ഇതുകൂടാതെ കാനഡയിലെ ഈ വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് കാനഡയാണ്. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ്, പിന്നെ കാനഡ, ചൈന, അങ്ങനെയാണല്ലോ വരിക. അപ്പോൾ വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ കാനഡയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് മക്കൻസി എന്ന പേരിൽ അറിയപ്പെടുക. കാനഡയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് മക്കൻസി എന്ന പേരിൽ അറിയപ്പെടുക. കാനഡയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് മക്കൻസി എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, ഇനി കാനഡയുടെ മാതാവ് എന്നറിയപ്പെടുന്ന നദിയുണ്ട്. കാനഡയുടെ മാതാവ് എന്നറിയപ്പെടുന്ന നദിയാണ് സെന്റ് ലോറൻസ്. ഓക്കെ, അപ്പൊ മറക്കരുത്, കാനഡയിലെ ഏറ്റവും നീളം കൂടിയ നദി മക്കൻസി. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് മിസോറി, മിസിസിപ്പി ആണ്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ നദി മിസോറി, മിസിസിപ്പി. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ് കാനഡ. ആ കാനഡയിലെ ഏറ്റവും വലിയ നദി മക്കൻസിയാണ്. കാനഡയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? സെന്റ് ലോറൻസ് എന്നറിയപ്പെടുന്ന നദിയാണ്. മറക്കില്ലല്ലേ? സിമ്പിളാ. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചോട്ടെ. മക്കൻസി
നിങ്ങൾ വേറെ എവിടെയെങ്കിലും മെക്കൻസി എന്ന് കേട്ടിട്ടുണ്ടോ? മക്കൻസി എന്ന് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതെ, മൗണ്ട് മെക്കൻസി കേട്ടിട്ടുണ്ട്. നമ്മള് ഈ ഒരു ചാപ്റ്ററിലെ ആദ്യത്തെ ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ലോകത്തെ ഉയരം കൂടിയ കൊടുമുടികള്. നമ്മള് തുടക്കത്തില് എവറസ്റ്റ് കൊടുമുടി പഠിച്ചപ്പോൾ അവിടെ തന്നെ എല്ലാ വൻകരകളിലെയും കൊടുമുടി ഞാൻ പറഞ്ഞു തന്നു അല്ലേ? വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് മക്കൻസി എന്ന പേരിൽ അറിയപ്പെടുക. മൗണ്ട് മക്കൻസി എന്ന പേരിൽ അറിയപ്പെടുക. പറഞ്ഞു തന്നില്ലേ? അതെ. ഇനി മറ്റൊരു പ്രത്യേകതയാണ് പഞ്ചമഹാ തടാകങ്ങൾ. പഞ്ചമഹാ തടാകങ്ങൾ കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കാനഡയിലും അമേരിക്കയിലുമായിട്ടാണ്. അതായത് വടക്കേ അമേരിക്കയിൽ. 5 തടാകങ്ങൾ, പഞ്ചമഹാ തടാകങ്ങൾ. പഞ്ചമഹാ തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് അമേരിക്കയാണ്. 5 വലിയ ശുദ്ധജല തടാകങ്ങളാണ് പഞ്ചമഹാ തടാകങ്ങൾ. വടക്കേ അമേരിക്കയിലെ അരിസോണയിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹത് താഴ്വരയാണ് ഗ്രാൻഡ് കാന്യൻ. ഗ്രാൻഡ് കാന്യൻ എന്ന് പറയുന്ന ഒരു ഗിരികന്ധരമാണ് കേട്ടോ. ചെങ്കുത്തായ താഴ്വര ഗ്രാൻഡ് കാന്യൻ. ഈ ഗ്രാൻഡ് കാന്യൻ എന്ന് പറയുന്നത് ആര് സൃഷ്ടിക്കുന്നതാണെന്ന് പറയാമോ? ഗ്രാൻഡ് കാന്യൻ ഏത് നദിയുടെ ഒഴുക്കിന്റെ ഫലമായിട്ടാണ് രൂപം കൊള്ളുക? കൊളറാഡോ നദി. അതുകൂടെ പഠിച്ചു വെക്കണം. ഗ്രാൻഡ് കാന്യൻ എന്ന അഗാധ താഴ്വര, ബൃഹത് താഴ്വര സൃഷ്ടിക്കപ്പെട്ടത് കൊളറാഡോ നദിയുടെ ഒഴുക്കിന്റെ ഫലമായിട്ടാണ്. കൊളറാഡോ നദിയുടെ ഒഴുക്കിന്റെ ഫലമായിട്ടാണ് ഗ്രാൻഡ് കാന്യൻ എന്ന പ്രകൃതിദത്ത കാന്യൻ ഗിരികന്ധരം നിർമ്മിക്കപ്പെടുക. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന 2 പ്രധാന പർവ്വതങ്ങളാണ് റോക്കി, അപ്പലേഷ്യൻ എന്നിവ. റോക്കി എന്ന് പറയുന്നത് മടക്ക് പർവ്വതവും അപ്പലേഷ്യൻ എന്ന് പറയുന്നത് അവശിഷ്ട പർവ്വതവുമാണ്. ഓക്കെ. വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടാണ് പ്രേരീസ് പുൽമേട്. ഈ പ്രേരീസ് പുൽമേടിനെ ലോകത്തിന്റെ അപ്പക്കൊട്ട എന്ന് വിളിക്കുന്നു. വടക്കേ അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് മിസോറി, മിസിസിപ്പി. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം കാനഡ. കാനഡയിലെ ഏറ്റവും വലിയ രാജ്യം മക്കൻസി. വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് മക്കൻലിയുമാണ്. മൗണ്ട് മക്കൻലി. ഇത് കാനഡയിൽ ഒഴുകുന്ന നദി മക്കൻസിയാണ്. ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് മൗണ്ട് മക്കൻലി. ഇനി അടുത്ത നമ്മൾ പറയുന്നു പഞ്ചമഹാ തടാകങ്ങൾ കാണപ്പെടുന്നത് വടക്കേ അമേരിക്കയിലാണ്, പ്രത്യേകിച്ച് അമേരിക്കയിലും കാനഡയിലുമായി സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും വലിയ കാന്യൻ അഥവാ ബൃഹത് താഴ്വര ഗ്രാൻഡ് കാന്യൻ ആണ്. ഈ ഗ്രാൻഡ് കാന്യൻ നിർമ്മിച്ചത് അല്ലെങ്കിൽ ഏത് നദിയുടെ ഒഴുക്കിന്റെ ഫലമായിട്ടാണ് രൂപം കൊണ്ടതെന്ന് ചോദിച്ചാൽ കൊളറാഡോ നദിയുടെ ഒഴുക്കിന്റെ ഫലമായിട്ട്. ഗ്രാൻഡ് കാന്യൻ നോക്കിയേ, 446 കിലോമീറ്റർ നീളവും 29 കിലോമീറ്റർ വീതിയും 1500 മീറ്ററിലധികം ആഴവുമുള്ള വലിയ താഴ്വരയാണ് ഗ്രാൻഡ് കാന്യൻ. നദിയുടെ ഒഴുക്കിന്റെ ഫലമായി രൂപം കൊണ്ടതാണ്. ഏത് നദിയുടെ? കൊളറാഡോ നദിയുടെ. കൊളറാഡോ നദിയുടെ അപവർത്തന പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഈ ബൃഹത് താഴ്വര അഥവാ അഗാധ താഴ്വര സൃഷ്ടിക്കപ്പെടുക. ഇത് നിലവിലെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതുമാണ്. അപ്പൊ ഗ്രാൻഡ് കാന്യൻ നിർമ്മിക്കപ്പെട്ടത് ഏത് നദിയുടെ ഒഴുക്കിന്റെ ഫലമായിട്ടാണ്? കൊളറാഡോ നദിയുടെ. ഇനി വടക്കേ അമേരിക്കയിലെ കാലാവസ്ഥ നോക്കി, ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ ഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്ത് അതിശൈത്യമാണ് അനുഭവപ്പെടുക. വടക്ക് നിന്നും തെക്കോട്ട് നീങ്ങുന്നതോറും താരതമ്യേന ചൂട് കൂടി വരുന്നു. സസ്യജന്തുജാലങ്ങൾ, വൈവിധ്യമാർന്ന ജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് അമേരിക്ക എന്ന് പറയുക. പടിഞ്ഞാറ് ഭാഗത്ത് സെക്കോയ വനങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു. സെക്കോയ വനങ്ങൾ. മഹാസമുദ്രങ്ങളിലെ പുൽമേടുകളും ധാരാളമായി കാണപ്പെടുന്നു. ഓക്കെ. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് സെക്കോയ മരങ്ങളും മഹാസമുദ്രങ്ങളിലെ പുൽമേടുകളും സസ്യജന്തുജാലങ്ങൾ ഒട്ടനവധി ഉണ്ട് എന്നതിന് തെളിവാണ്. വടക്കേ അമേരിക്കയിലെ ചില സസ്യജാലങ്ങൾ, ആ പേര് പഠിച്ചു വെക്കുക. മൂസ് എന്ന മൃഗം കാണപ്പെടുന്നത് വടക്കേ അമേരിക്കയിലാണ്. സഗ്വാരോ കള്ളിച്ചെടി കാണപ്പെടുന്നത് വടക്കേ അമേരിക്കയിലാണ്. കാലിഫോർണിയ പോപ്പി എന്നറിയപ്പെടുന്ന പുൽച്ചെടികൾ കാണപ്പെടുന്നതും വടക്കേ അമേരിക്കയിൽ തന്നെ. കാലിഫോർണിയ പോപ്പി കാണപ്പെടുന്ന വടക്കേ അമേരിക്കയിലാണ്. സഗോരോ കള്ളിച്ചെടി കാണപ്പെടുന്നത് വടക്കേ അമേരിക്കയിലാണ്. പെട്ടെന്ന് ഈ കള്ളിച്ചെടി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആഫ്രിക്കയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ദയവായി ഓർമ്മിക്കുക, സഗ്വാരോ കള്ളിച്ചെടി കാണപ്പെടുന്നത് എവിടെയാണ്? വടക്കേ അമേരിക്കയിലാണ്. മൂസ് എന്ന മാനവർഗത്തിൽപ്പെട്ട മൃഗം കാണപ്പെടുന്നത് വടക്കേ അമേരിക്കയിലാണ്. മൂസ്. ജനജീവിതം. അമേരിക്കൻ ഐക്യനാടുകളും യുഎസ്എയും കാനഡയും ആണ് അമേരിക്കയിലെ പ്രധാന രാജ്യങ്ങൾ എന്ന് പറയുക. ഉയർന്ന ജീവിത നിലവാരവും സാങ്കേതിക പുരോഗതിയും നേടിയവരാണ്. ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ്, മെക്സിക്കോ സിറ്റി തുടങ്ങിയവ ലോകത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള നഗരങ്ങൾക്ക് ഉദാഹരണവുമാണ്. ഓക്കെ. ഇതുകൂടാതെ ഗോത്രവിഭാഗങ്ങള് ഇന്യൂട്ടുകൾ അഥവാ എസ്കിമോകൾ കാണപ്പെടുന്നു. റെഡ് ഇന്ത്യൻസ് എന്ന കറുത്തവർഗക്കാരും കാണപ്പെടുന്നു. ഓക്കെ. ഓർമ്മിക്കുക, മഞ്ഞുമൂടി കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഗോത്രവിഭാഗമാണ് ഇന്യൂട്ടുകൾ അഥവാ എസ്കിമോകൾ. കൂടാതെ വടക്കേ അമേരിക്കയിലെ കറുത്തവർഗക്കാരെന്നറിയപ്പെടുന്നത് റെഡ് ഇന്ത്യൻ ജനതയുമാണ്. റെഡ് ഇന്ത്യക്കാരെ കുറിച്ച് നമ്മൾ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി വിശദമായി പഠിക്കും. എങ്കിലും മനസ്സിലുണ്ടാവട്ടെ.
ഓക്കെ അല്ലേ? അപ്പോ ഇന്നേ ദിവസം നമ്മൾ പ്രധാനമായിട്ടും ആഫ്രിക്ക വൻകരയെക്കുറിച്ചും വടക്കേ അമേരിക്കയെക്കുറിച്ചും സമ്പൂർണ്ണമായി പഠിച്ചു. മറ്റ് വൻകരകൾ നമുക്ക് അടുത്ത ക്ലാസ്സോടുകൂടി നമ്മൾ പൂർണ്ണമായും പഠിച്ച് അവസാനിപ്പിക്കും. അടുത്ത ക്ലാസ്സോടുകൂടി ചാപ്റ്റർ നമ്മൾ സമ്പൂർണ്ണമായി പഠിക്കുകയും ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക. പ്രത്യേകിച്ച് സഗോര കളിച്ചെടി കാണപ്പെടുന്നത് വടക്കേ അമേരിക്കയിലാണ്. ഓക്കെ, മറക്കില്ലല്ലോ. സെക്കോയ വനങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന വൻകര ഏതെന്ന് ചോദിച്ചാൽ വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം കാനഡയാണ്. കാനഡയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് സെന്റ് ലോറൻസ് നദിയാണ്. ഓക്കെ, കാനഡയിലെ ഏറ്റവും വലിയ നീളം കൂടിയ നദി മെക്കൻസൺ നദിയാണ്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ കൂടിയ കൊടുമുടി മൗണ്ട് മെക്കൻലി ആണ്. മൗണ്ട് മെക്കൻലി. അപ്പോൾ നമ്മൾ കണക്റ്റഡ് ഫാക്ട്സ് കൂടി പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം പി എസ് സി ചോദിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. എസ് ആയിട്ട് പുസ്തകത്തിലെ സെന്റൻസ് മാത്രം പോരാ, അതുമായി കണക്ട് ചെയ്യുന്ന വസ്തുതകളൂടെ നമുക്ക് വേണമെന്നതുകൊണ്ടാണ് പഠിക്കുക. ഹാപ്പി അല്ലേ? യെസ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം. ബൈ ബൈ.